ചെമ്പിന് ഒരു നാടിനെ ജയിച്ച കള്ളനാ നിന്റെ അച്ചാച്ചൻ. അപ്പോൾ അജയന്റെ രണ്ടാം മോഷണം നല്ല രീതിയിൽ ഓടുന്നുണ്ട്. 50 കോടിയൊക്കെ കഴിഞ്ഞു. അതിലെ സോങ്സ് ഒക്കെ ഇപ്പോൾ എല്ലാവരുടെയും സ്റ്റാറ്റസ് ആൻഡ് സ്റ്റോറിയൊക്കെയാണ്. എക്സ്പെഷ്യലി ആ ക്ലൈമാക്സിലെ സോങ് ഒക്കെ നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഇന്നെന്തായാലും ARMന്റെ കുറച്ച് എക്സ്പ്ലനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്പ്ലനേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പോയിലർ കാണും, ഉറപ്പാണ്. അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. അജയന്റെ രണ്ടാം മോഷണ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ചിയോതി വിളക്കാണ്. ഈ ഒരു സ്റ്റോറി നടക്കാനുള്ള കാരണം തന്നെ ആ ഒരു വിളക്കാണ് എന്ന് തന്നെ പറയാം. ആ ഒരു വിളക്കായിട്ട് കണക്ട് ചെയ്ത് തന്നെ കുറേ പൊളിറ്റിക്സ് പടത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഉയർന്ന ജാതിയിലുള്ളവർക്ക് മാത്രമേ അമ്പലങ്ങളിൽ കയറാൻ സാധിക്കൂ എന്ന് കേളുവിൻ്റെ സമയത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു. അതിനൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയാണ് ചിയോതി വിളക്ക് കേളു അവിടെ കൊണ്ടുവരുന്നത്. പക്ഷേ എന്നിട്ടും അവിടെ താഴ്ന്ന ജാതിക്കാരെ കയറ്റുന്നില്ല. ഒരുപക്ഷെ മേ ബി അതുകൊണ്ടായിരിക്കാം കേളു ചിയോതി വിളക്കിനെ കുറിച്ചുള്ള സത്യം ആരോടും പറയാതെ തന്നെ മരിച്ചത്. അഥവാ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാലും സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയല്ലേ. 3 കാലഘട്ടങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവർക്ക് പ്രിയപ്പെട്ടവരെ അമ്പലത്തിൽ കയറ്റാൻ വേണ്ടിയാണ് അവർ 3 പേരും ശ്രമിക്കുന്നത്. കേളുവിന്റെ കാര്യത്തിൽ കാമുകിയും, മണിയന്റെ കാര്യത്തിൽ ഭാര്യയും, അജയന്റെ കാര്യത്തിൽ അമ്മയുമാണ്. പിന്നെ കുറച്ച് പേര് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഡിസ്കഷൻ വെച്ചിരിക്കുന്നത് കണ്ടിരുന്നു. കേളുവിന്റെ മകനാണ് മണിയൻ, അല്ലെങ്കിൽ അതേ തലമുറയിലുള്ള ആളാണെന്ന്. പക്ഷെ അത് കുറച്ചു പേർക്ക് മനസ്സിലായിട്ടുമില്ല. മണിയന്റെ കഥ പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, മണിയനെ നാഗർകോവിലിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറയുന്നുണ്ട്. കേളുവിന്റെ കഥ പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ചോദിയുടെ അമ്മ നാഗർകോവിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി ചോദിക്കുന്നുണ്ട് ചോദിയെ കൊണ്ടുപോകുമ്പോൾ ഗർഭം ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നതിന് വഴക്ക് പറഞ്ഞ് വിഷയം മാറ്റിക്കളയുകയാണ്. പക്ഷെ അവരുടെ മുഖത്ത് ഒരു ഭയം പോലെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ കേളുവിന്റെ തലമുറയിലുള്ള ആള് തന്നെ ആയിരിക്കും മണിയൻ എന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇനി ശരിക്കും മണിയൻ മരിച്ചോ? മരിച്ചെങ്കിൽ ആരാണ് അജയനെ അവസാനം രക്ഷിക്കുന്നത്? ഈ ഡൗട്ട് എല്ലാവർക്കും വരാൻ ചാൻസ് ഉണ്ട്. കാരണം മണിയൻ ചാടുന്ന സെയിം സിറ്റുവേഷൻ, സെയിം സ്ഥലത്ത് അതേപോലെ തന്നെയാണ് അജയനും താഴെ വീഴുന്നത്. പക്ഷേ അജയൻ മരിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് വരുന്നതാണ്, അജയൻ മരിച്ചില്ല എങ്കിൽ മണിയനും മരിച്ചു കാണില്ലല്ലോ എന്ന്. പക്ഷേ മണിയൻ മരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അജയനെ രക്ഷിക്കുന്നതും വഴി കാണിക്കുന്നതും ഒക്കെ ആരാണ്? മേ ബി അതെല്ലാം അജയന്റെ ഹലൂസിനേഷൻ ആണെങ്കിലോ? അതിന് കാരണം എന്ന് പറയുമ്പോൾ കൊച്ചിലെ മുതലേ നിന്നെ എല്ലായിടത്തു നിന്നും രക്ഷിക്കാൻ നിന്റെ അച്ചാച്ചൻ കാണും എന്ന് അമ്മൂമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു ചിന്ത കൊണ്ട് അങ്ങനെ തോന്നാനാകും ചാൻസ്. അങ്ങനെ ചാൻസ് ഉണ്ടല്ലോ. അല്ലാതെ മണിയൻ ഇപ്പോഴും ജീവിച്ചിരിക്കാൻ ചാൻസ് ഒന്നും ഞാൻ കാണുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കണ്ടവരൊന്ന് കമന്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.